എപ്പോഴും ഇങ്ങനെ പ്രവചനം നടത്തിക്കൊണ്ടിരിക്കാതെ ആ പ്രവചനങ്ങൾ എത്രത്തോളം ഫലിക്കുന്നുണ്ടോന്നും കൂടി അറിയണ്ടേ. അതിനുവേണ്ടിയാണ് നമ്മൾ എത്രത്തോളം അത് ഫലിച്ചു എന്നൊന്ന് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ വാർത്തകളിൽ വളരെ ഇടം പിടിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് ഞാൻ ഈ ഒരു അമ്പലത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ്. ചെല്ലുന്നവർക്കെല്ലാം അഭിഷേകം ചെയ്യാം. യഥാർത്ഥത്തിൽ ശ്രീശൈലത്തൊക്കെ ശ്രീകോവിലിൽ കയറിയാണ് നമ്മൾ അഭിഷേകം ചെയ്യുന്നത് സ്വയംഭൂലിംഗത്തെ. ആദിദേവൻ മഹാദേവനാണ്. എല്ലാ അവതാരങ്ങളും അദ്ദേഹത്തിനെയാണ് ആരാധിച്ചിരുന്നത്. ഇനി ശിവലിംഗം എന്ന് പറയുന്ന ഈ വിശ്വത്തിൻ്റെ രൂപമാണ്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് വിശ്വത്തിൻ്റെ രൂപം. അത് തന്നെയാണ് നമ്മൾ ശിവലിംഗരമായിട്ട് ആരാധിക്കുന്നത്. ഇത് മിൽക്കി വേയുടെ ആയാലും വിശ്വത്തിൻ്റെ ആയാലും ആ ഷെയ്പ്പ് എന്ന് പറയുന്നതാണ് ഈ ശിവലിംഗം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അഥവാ വിശ്വനാഥൻ നമ്മൾ പറയുന്നത്. സെർച്ച് അതുപോലെ കൊടുത്തേക്കുകയാണ്. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ വീഴും, എന്നാലും അതുപോലെ തന്നെ കൊടുത്തേക്കാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. മനസ്സിൻ്റെ ഇരുട്ട് മാറ്റിയിട്ട് നോക്കണം, അപ്പോൾ മനസ്സിലാകും. ഇനി വരുന്നത് നമ്മൾ നേരത്തെ നടത്തിയ 2 പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങളൊന്ന് കേട്ടു നോക്കാം. യുദ്ധമുഖത്തൊക്കെ യുദ്ധങ്ങളൊക്കെ വളരെയധികം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വലിയ വലിയ ആയുധങ്ങളൊക്കെ തീയുമായിട്ട് ബന്ധപ്പെട്ടവയൊക്കെ പ്രയോഗിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കുജൻ വെച്ചാണ് ഈ പറയുന്നത്. ശനി ജലരാശിയിലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജലത്തിൽ പോകുന്ന വാഹനങ്ങളും ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വലിയ വലിയ വാഹനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ബുധൻ രാഹു വായുരാശിയിലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വായുവിൽ പോകുന്നതും സൂക്ഷിക്കണം. അതായത് ഇതൊന്നും സംഭവിച്ചില്ല, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മറ്റുള്ളവർ നോക്കണമെങ്കിൽ അതിനുള്ള ഭാഗ്യം വേണം. നമ്മൾ പറയേണ്ടത് ഈ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടവർ ഏത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് ആ ബുദ്ധി നല്ലതുപോലെ കോൺസെൻട്രേഷൻ നല്ലതുപോലെ ശ്രദ്ധിച്ചു വേണം. ഇത് നേരത്തെ നടക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോഴെല്ലാം നമ്മൾ പ്രവചനങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആ ബുധൻ്റെയൊക്കെ ആ സ്ഥിതി വരുമ്പോൾ മാത്രമാണ് നടക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ നന്ദകുമാർ സാറ് കോമയിലായിപ്പോയി. അതുപോലെ ഒരു കുഞ്ഞിൻ്റെ കൈക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയി, കണ്ണിന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയി, നാദിർഷയുടെ പൂച്ചയ്ക്ക് പോലും ആ ചികിത്സ കൊടുത്തപ്പോൾ തെറ്റിപ്പോയി. ഇപ്പൊ റോക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. വളരെയധികം സൂക്ഷിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നെറ്റ് അങ്ങനെയൊക്കെ ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം തന്നെ സൂക്ഷിക്കണം. ഇതൊക്കെ ഏതൊക്കെ ഗ്രഹസ്ഥിതികൾ വെച്ചാണ് പറയുന്നതെന്ന് പ്രത്യേകം പറയുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് നടക്കുന്നതിൻ്റെ തലേന്നായിരിക്കും ഈ പറയുന്നത്. അത് നേരത്തെ എന്താണ് പറയാത്തതെന്ന് വെച്ചാൽ കുറേ പേര് ഇത് വളച്ചൊടിച്ച് പിന്നെ അവരുടേതാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. മുമ്പ് നേരത്തെ നടത്തിയിരുന്നതാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിലും അതിൻ്റെ തലേന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ ആ എഫക്റ്റ് കൂടുതൽ. ഇതിൻ്റെ പിന്നിലുള്ള സിദ്ധാന്തം അനുസരിച്ച് ആദ്യമായിട്ട് പ്രവചനം നടത്തുന്നത് താലിബാൻ ആക്രമണത്തിനാണ്. അപ്പോൾ അതൊന്ന് അങ്ങനെ പറയുമ്പോഴേ ഇങ്ങനെ ഈ തീപ്പൊരി പോലെ ഇങ്ങനെയൊക്കെ പോകുന്നത് നമ്മുടെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ആ രീതിയിലാണ്. അപ്പോൾ ആ ഗ്രഹങ്ങളെ അത്രത്തോളം നമ്മൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ കൺമുമ്പിൽ ഇങ്ങനെ വരുന്നത് പോലെ തോന്നും. ഗ്രഹങ്ങളെ കൂടുതൽ നമ്മൾ അടുത്തറിയണം. നമ്മുടെ സമയം നല്ലതായിരിക്കണം. ചിലപ്പോൾ സമയം നല്ലതായിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറയുന്നതെല്ലാം തെറ്റിപ്പോകും. അങ്ങനെ നമ്മുടെ ആ വാക്കുകൾ ശുദ്ധമാവണമെങ്കിൽ നമ്മുടെ സമയവും നല്ലതായിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടേ. പരീക്ഷ എഴുതുമ്പോൾ പോലും നമ്മുടെ മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ പരീക്ഷ എഴുതാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് എല്ലാം ഇങ്ങനെ. ഇപ്പോൾ ലോകം ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജ്യോതിഷം പഠിച്ചിട്ട് അതിനനുസരിച്ച് ഈ ഗ്രഹങ്ങളെയൊക്കെ ശാന്തരാക്കിയിട്ട് ഈ ലോകത്തെ രക്ഷിക്കുക, അങ്ങനെ ഒരു കടമ മാനവരാശിക്കുണ്ട്. വേറൊരു ശാസ്ത്രം പഠിച്ചില്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ശാസ്ത്രം ഈ ജ്യോതിഷ ശാസ്ത്രവും ഹസ്തരേഖാ ശാസ്ത്രവുമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആപത്തുകൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, ഇതൊക്കെ അറിയാൻ വേറൊരു ശാസ്ത്രവും നമ്മളെ സഹായിക്കില്ല. പക്ഷേ ഇന്ന് എത്ര പേര് ഇതിനെ ഒരു ശാസ്ത്രമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ പിതാവെന്ന് പറയുന്ന പരാശര മുനിയാണ്. അതുപോലും അറിഞ്ഞുകൂടാത്ത ജ്യോതിഷ്യന്മാരാണ് കൂടുതൽ. അത് അറിഞ്ഞിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹമാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു പരാശര മുനി. വേദവ്യാസൻ്റെ അമ്മ സത്യവതി ഒരു മുക്കുവ സ്ത്രീ ആയിരുന്നു. ഇങ്ങനെ ഈ കടത്ത് വെള്ളമൊക്കെ നടത്തുന്ന മീൻ പിടിക്കുന്ന അങ്ങനെയുള്ളവരായിരുന്നു. അതുപോലെ തന്നെയാണെങ്കിൽ രാമായണം എഴുതിയ വാൽമീകി മഹർഷി, അദ്ദേഹം
നായാട്ടുകാരനായിരുന്നു, നായാടി കൊണ്ടുവരുന്നത് കൊണ്ടായിരുന്നു അവരുടെ കുടുംബം ജീവിച്ചിരുന്നത്. അങ്ങനെയൊക്കെയാണ് മഹാഭാരതവും രാമായണവും ഒക്കെ ഉണ്ടായത്. അതായത് ഇന്നെല്ലാവരും അധിക്ഷേപിക്കുന്ന പോലെ ഹിന്ദു മതം അത്ര താഴ്ന്ന അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഉള്ളതല്ല എന്ന് ഓർക്കണം. കാരണം നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതിയത് തന്നെ അങ്ങനെയുള്ളവരാണ്. നമ്മളതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഒക്കെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം വരാഹമിഹിരനാണ് ജ്യോതിഷശാസ്ത്രം ഉണ്ടാക്കിയത്. ഇങ്ങനെയൊക്കെ ചിലരൊക്കെ ഇരുന്ന് പറയുന്ന കേട്ടുകൊണ്ട് അങ്ങ് പറയുന്നതാണ്. ഈ പരാശര ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാകും. ബൃഹത് പരാശര ഹോരശാസ്ത്രം, അതിലെ അധ്യായങ്ങൾ അതേപോലെ തന്നെ ഒരല്പം കൂടി വിപുലീകരിച്ചെഴുതുന്നതേ ഉള്ളൂ മറ്റെല്ലാ ഗ്രന്ഥങ്ങളും. ഒരുമാതിരിപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഒന്നാം അധ്യായം ഇങ്ങനെ, രണ്ടാം അധ്യായം ഇങ്ങനെ നോക്കിയാൽ മതി. എന്താണ് ഇത് തെളിവുണ്ടല്ലോ, നോക്കിയാൽ മതി. ഇവിടുത്തെ ആഴ്ചച്ചന്ത നേരത്തെ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ആഴ്ചച്ചന്തയാണ്. അപ്പോൾ മഴ പെയ്തില്ല. കാരണം പറഞ്ഞാൽ പരിഹാസങ്ങൾ വരും. പരിഹസിച്ചാൽ ദൈവകോപം ഉണ്ടാകും. എനിക്കല്ല, പറയുന്നവർക്ക്. തെളിവ് സഹിതം ഇപ്പോൾ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഈ ഗ്രഹങ്ങൾ ഓരോരോ സ്ഥാനത്ത് നിൽപ്പുണ്ട്. ആ ഗ്രഹങ്ങളെ മാറ്റാൻ ഭഗവാന് കഴിയില്ല. പക്ഷേ ആ ഗ്രഹങ്ങളെ ശാന്തരാക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കുന്ന തലച്ചോറുള്ള ജീവികൾക്കാണ് കഴിയുന്നത്. അതായത് മനുഷ്യനാണ് കഴിയുന്നത്. അതിന് കഴിയണമെങ്കിൽ ജ്യോതിഷ ശാസ്ത്രം പഠിക്കണം. ആ ശാസ്ത്രം പഠിക്കാൻ കുറച്ചുകൂടെയൊക്കെ ബുദ്ധിയുള്ളവർ, ഇപ്പോൾ പ്രായമുള്ളവരെക്കാൾ കുറച്ചുകൂടെ ഈ ഇച്ചിരി യങ്ങർ ജനറേഷൻ എന്ന് പറയത്തില്ലേ, അവർക്കാകുമ്പോൾ ഇച്ചിരൂടെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് കാണും. അവർക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. പക്ഷേ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നവർക്കേ ഉള്ളൂ ഈ ശാസ്ത്രത്തിൽ നിന്ന് വരുമാനം. നല്ലതുപോലെ പഠിക്കുന്നവർക്ക് വരുമാനമില്ല. അവർക്കും ജീവിക്കേണ്ടേ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ജോലിയിൽ അങ്ങ് പോകും. ഇതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അവർക്ക് എന്തെങ്കിലും ജീവിക്കാനായിട്ട് അവർ ഈ ശാസ്ത്രം പഠിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നുന്നു പറയുന്ന പോലെ അവസാനം ഒരു ഗതിയും ഒരു ശാസ്ത്രത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ തീർച്ചയായിട്ടും ജ്യോതിശാസ്ത്രം പഠിക്കും. ഇനി അതേ ഉള്ളൂ മാർഗം. കൊറോണ വന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കൊറോണ വന്നപ്പോൾ ചെയ്തിട്ടുണ്ട്, തെളിവുമുണ്ട്. ചന്ദ്രൻ മീനൻ രാശിയിൽ പൂരിട്ടാതി ഉത്രട്ടാതിയിലോട്ടൊക്കെ വരുമ്പോൾ ലോകത്ത് ഭയങ്കരമായിട്ടുള്ള വിഷയോഗമായിരിക്കും. ഇപ്പോൾ രാഹുവിനൊപ്പം വന്നു. അപ്പോൾ വലിയ വലിയ കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാകേണ്ടതാണ്. അതായത് ഇന്ന് രാത്രിയും നാളെയുമൊക്കെ വലിയ വലിയ കൊടുങ്കാറ്റുകളും വലിയ വലിയ പ്രശ്നങ്ങളും ലോകത്ത് സംഭവിക്കേണ്ടതാണ്. അഥവാ അത് സംഭവിച്ചില്ലെങ്കിൽ അത് അർദ്ധകാല അമൃതയോഗം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം രാഹുവിനും കേതുവിനും ഒപ്പം ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ പഠിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മൾക്ക് ഈ സർപ്പ അമൃതയോഗത്തിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ നോക്കിയപ്പോൾ അത് ഒരുപാട് ലോകത്തെ രക്ഷിച്ചു. ഇന്ന് രാത്രിയും നാളെയും വലിയ കൊടുങ്കാറ്റുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ, അതായത് അർദ്ധകാളസർപ്പ യോഗവും കുറച്ചൊക്കെ എഫക്റ്റ് ഉള്ളതാണ് നമുക്ക് മനസ്സിലാകാം. കാളസർപ്പ അമൃത യോഗം ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എല്ലാ ഗ്രഹങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടി ചെയ്ത് ലോകത്തിൻ്റെ ഒരു സൈഡിൽ നിൽക്കുകയാണ്, മറുവശം ഫ്രീ ആണ്. അങ്ങനെ വരുമ്പോൾ ഒരു ബാലൻസ് ഇല്ലായ്മ. ഇപ്പോൾ നമ്മൾ ഒരു ത്രാസിൻ്റെ തട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു വശത്ത് മാത്രം ഭാരമാകുമ്പോൾ എന്തുപോയി നമ്മൾ മറിഞ്ഞു വീണു പോകും. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ഇംബാലൻസിലാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു 5-ൽ കൂടുതലുള്ള ഭൂകമ്പങ്ങളാണ് നമ്മൾ കണക്ക് കൂട്ടുന്നതെന്ന്. അതുപോലെയുള്ളത് ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നതിലെന്നേ ഉള്ളൂ. നോക്കിയാൽ മതി, എർത്ത് കേക്ക് ടുഡേ എന്ന് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് 5-ൽ കൂടുതലുള്ളത് ഒരുപാട് ഇങ്ങനെ നിരനിരയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവചനങ്ങളെല്ലാം സംഭവിച്ചപ്പോൾ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകും. അത് കുജൻ കേതുവിനൊപ്പം വന്നപ്പോൾ അമൃതസർപ്പയോഗം പകുതി അങ്ങ് മാറി. അതുപോലെ തന്നെ ചന്ദ്രൻ വെളിയിൽ വന്നപ്പോൾ കൂടുതൽ മാറി. അപ്പോഴാണ് കൂടുതൽ കുഴപ്പങ്ങളുണ്ടായത്. എത്ര വിമാനങ്ങളാണ് ഇങ്ങനെ തീ കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം കൊണ്ട് താഴെ ഇറക്കുന്നത്. ഇത് ആ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് ശനി ബുധനെ നോക്കുന്നത് കൊണ്ടാണ്. അതിലും വലുത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാഹു ബുധനെ നോക്കുന്നു, 5ാം ദൃഷ്ടി. രാഹു ബുധനെ നോക്കുന്നു. അപ്പോൾ രാഹുവും ബുധനും ഒന്നിച്ചൊരു ജാതകത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവർ ഡ്രൈവിങ് ചെയ്യുമ്പോൾ അവർക്കൊരു ഇച്ചിരി ഒരു പേടി കാണും എപ്പോഴും. അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം ഭയങ്കര ബുദ്ധിയായിരിക്കും. പക്ഷേ ഈ ഡ്രൈവിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചൊരു പേടി. അത് തന്നെ ഈ ലോകത്ത് ഇങ്ങനൊരു യോഗം നിൽക്കുമ്പോൾ നമ്മളെ അഫക്റ്റ് ചെയ്യും.
ഇങ്ങനെ വർണ്ണിക്കാനാണെങ്കിൽ ഒരു ചാർട്ട് നോക്കിയിട്ട് നമ്മൾ ഒരുപാട് വർണ്ണിക്കാൻ പറ്റും. അപ്പോൾ അത് നേരത്തെ നമ്മൾ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ പ്രവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നോക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതിനത്ര ഒന്നും വലിയ 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 കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ പൂരുട്ടാതി ഉത്രട്ടാതി നാളുകളിൽ വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടോ, ഇപ്പോൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ആണവ നിലയങ്ങൾക്ക് വലിയ വലിയ കുഴപ്പങ്ങൾ വന്നിട്ട് അങ്ങനെ ചോർച്ച, അല്ലെങ്കിൽ അങ്ങനെ രാസപദാർത്ഥങ്ങളുടെ ചോർച്ച ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കൂടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ വാഹനങ്ങളുടെ കാര്യമായാലും എയ്റോപ്ലെയിൻ്റെ കാര്യമായാലും എല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ശനി ഇപ്പോൾ ജലരാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ വലിയ 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 വാഹനങ്ങൾ, നമ്മൾ ഈ ശനിക്ക് കൊടുത്തിരിക്കുന്ന വലിയ വലിയ വാഹനങ്ങളും ശുക്രന് കൊടുത്തിരിക്കുന്ന ആഡംബര വാഹനങ്ങളുമാണ്. അപ്പോൾ കാളസർപ്പാമൃത യോഗ അർത്ഥമാണെങ്കിൽ പോലും പെട്ടെന്ന് ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ വലിയ വലിയ അപകടങ്ങളൊക്കെ ആ അപകടത്തിൻ്റെ ആ മുൾമുനയിൽ നിന്നിട്ട് മാറിപ്പോകുന്ന ഒരു കാഴ്ച ഈ 2-3 ദിവസം കണ്ടു. അപ്പോൾ ഇനി ഈ പൂരുട്ടാതി ഉത്രട്ടാതി ആ ദിവസങ്ങളിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ, അത് കഴിഞ്ഞ് രേവതി അശ്വതി ആ ദിവസങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ ഒരു യോഗമില്ലായിരുന്നുവെങ്കിൽ വലിയ വലിയ ഭൂകമ്പങ്ങളും സുനാമി പോലെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേനെ, വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അർദ്ധകാളസർപ്പ യോഗം കൊണ്ട് വലിയ ഗുണം ലോകത്തില്ല. പക്ഷേ അമൃതകാളസർപ്പ യോഗം കൊണ്ട് നേരത്തെ ഗുണമുണ്ടായിരുന്നു, ഫുള്ളായിട്ടുള്ളപ്പോൾ. അർത്ഥമായതുകൊണ്ട് ആ പകുതിയെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കണം. അന്ന് ഞാനിങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. പഠിക്കാൻ ഇഷ്ടമുള്ളവർ പഠിക്കുക. കാരണം വീഡിയോകളൊക്കെ കാണുന്നത് നമ്പർ നോക്കിയാൽ അറിയാം, അത്രയും പേർക്കൊക്കെ ഉള്ളൂ ഇൻട്രസ്റ്റ്. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിഹാരങ്ങൾ, അതൊക്കെ ഇതെല്ലാം കൂടെ ആ പരിഹാരങ്ങളെല്ലാം ഫലിച്ചായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒറ്റ ഒരു പട്ടിണിപ്പാവങ്ങളും ഒന്നും കാണത്തില്ല, എല്ലാവരും ധനികരായി പോയനെ. അങ്ങനെയാണോ നടക്കുന്നത്? ഇന്നും നടന്നു ആത്മഹത്യ. അപ്പോൾ ഇതിനൊരു തടയിടേണ്ടത് അത്യാവശ്യമല്ലേ? ജ്യോതിഷത്തെ, ഈ ശാസ്ത്രത്തെ നശിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും അല്പലാഭത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഭഗവാൻ നോക്കിയിരിക്കുകയില്ല, അത്രമാത്രം ഓർക്കുക. കാരണം ഒരു കവടിപ്പലയെ നിരത്തി വെച്ചേച്ച് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം വായിത്തുരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞേച്ച് കുറേ പൂജയും മന്ത്രവാദവും ഒക്കെ നടത്തി ഈ ശാസ്ത്രത്തെ നശിപ്പിക്കുകയാണെങ്കിൽ ക്ഷിപ്രകോപിയാണ് എൻ്റെ ഭഗവാൻ. തീർച്ചയായിട്ടും ഭഗവാൻ തീരുമാനമെടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ മൂലം മറ്റുള്ളവർ നശിക്കുമ്പോൾ നിങ്ങളെ ശിക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടെന്ന് മാത്രം ഓർക്കുക. പറയുന്നത് ഞാനാണ്. അത്രയ്ക്ക് നിസ്സഹായാവസ്ഥ തോന്നുന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. മനുഷ്യ മനസ്സുകളെ മാനസിക രോഗത്തിലോട്ട് തള്ളിവിട്ടിട്ട് പണമുണ്ടാക്കുന്ന എല്ലാ ജ്യോതിഷികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണിത്. വെറും വാക്കല്ല. ഓം നമഃ ശിവായ.